കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തിരൂരിൽ മാധ്യമ സെമിനാർ ആരംഭിച്ചു. വാഗൺ ട്രാജഡി സ്മാരക ടൗൺ ഹാളിന് സമീപം നടക്കുന്ന സെമിനാറിൽ മാധ്യമരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ മലയാള മീഡിയ രംഗത്ത് ന്യൂസ് ചാനലുകൾ രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരെയാണ് നമ്മളിന്ന് ഈ മീഡിയ സെമിനാറിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. എല്ലാ ചാനലുകളെയും, കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ചാനലുകളുടെയും പ്രതിനിധികളെയും ക്ഷണിച്ചിരുന്നെങ്കിലും പല കാരണം എല്ലാവർക്കും സമയം ഒത്തുവരിക എന്ന് പറയുന്നത് ഒരു പ്രശ്നമുണ്ട്. ഇവരൊക്കെ തന്നെ തിരക്ക് പിടിച്ചവരും ആ രംഗത്ത് വളരെ സജീവമായി ദിവസം എന്ന നിലക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരു സമയത്തും ഒരു ദിവസവും കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ളാക്കുന്ന കാര്യമാണ്. വളരെ നിർബന്ധത്തിൻ്റെ ഭാഗമായി ഒഴിച്ചുകൂടാനാവാത്ത പല കാര്യങ്ങൾ മാറ്റിവെച്ചാണ് ഇന്ന് നമുക്ക് ഏറ്റവും സുപരിചിതരായ ഈ മുഖങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് ന്യൂസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് എല്ലാ ഘട്ടത്തിലും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇത്തരം സെമിനാറുകൾ സംഘടിപ്പിക്കാറുണ്ട്. വ്യത്യസ്ത വീക്ഷണങ്ങൾ നൽകാറുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇവരൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം, ഒരു വാർത്ത അവതരിപ്പിക്കുമ്പോൾ ആ വാർത്തയെ പല വീക്ഷണത്തിൽ കാണുന്നവർ നല്ലതെന്ന് തോന്നിയാൽ ചില ആളുകൾ നല്ലതെന്ന് പറയും, ചില ആളുകൾ എതിരായിട്ട് കുറേ പ്രൊപ്പഗണ്ടകൾ നടത്തും. ഇവരൊക്കെ അവതരിപ്പിക്കുന്ന വാർത്തകൾക്ക് തന്നെ ഒരു വിഭാഗം അനുകൂലിക്കുമ്പോൾ വേറൊരു വിഭാഗം എതിർക്കും. അതേ എതിർക്കുന്ന വിഭാഗം വേറൊരു വാർത്ത ഇവരെ അവതരിപ്പിക്കുമ്പോൾ ഇവരെ അനുകൂലിക്കും, ഇവരെ എതിർക്കും. അപ്പോൾ എപ്പോഴും തങ്ങളുടെ മുന്നിലെത്തുന്ന വാർത്തകളെ വിശകലനം ചെയ്ത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ ഇത്തരം സെമിനാറിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്നതാണ് അഭിലാഷും ആസ്മിയും ഒക്കെ. പക്ഷേ അവർക്ക് ചില കാരണങ്ങളാൽ, ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ തിരക്ക് പിടിച്ച പ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഇതുപോലെ ഒഴിവ് കിട്ടാൻ പ്രയാസമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തോ എറണാകുളത്തൊക്കെ ആണെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടെ ആക്സസ് ആണ് ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ. പക്ഷേ തിരൂർ പോലെ ഒരു സ്ഥലത്തേക്ക് വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഇവരിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നറിയാം. തീർച്ചയായും അതിന് അവരോടുള്ള കടപ്പാടുണ്ട്. ഞാൻ ഈ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഈ സെമിനാറിൽ മോഡറേറ്റർ നിയന്ത്രിക്കുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ ഏറ്റവും സീനിയർ നേതാവും അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയൊക്കെ ആയി പ്രവർത്തിച്ച് ഇപ്പോൾ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഞങ്ങളുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വിജയകൃഷ്ണനാണ്. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പങ്കെടുത്ത് സംസാരിക്കുന്നത് നമുക്കൊക്കെ സുപരിചിതമായ മീഡിയ രംഗത്ത്, പ്രത്യേകിച്ച് ന്യൂസ് ചാനൽ രംഗത്ത് വിവിധ ചാനലുകളിൽ തൻ്റെ കഴിവുകൊണ്ടും പ്രാബല്യം കൊണ്ടും പ്രേക്ഷകരെ ശ്രദ്ധ നേടിയിട്ടുള്ള ശ്രീമതി സ്മൃതി പരുത്തിക്കാടാണ്. ഇപ്പോൾ റിപ്പോർട്ട് ടി വിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ കൂടിയാണ് സ്മൃതി പരുത്തിക്കാടിനെ സ്നേഹപൂർവ്വം ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ വിവിധ ന്യൂസ് ചാനലുകളിൽ പ്രവർത്തിച്ചിട്ടുള്ള അഭിലാഷ് മോഹനാണ് ഇപ്പോൾ മാതൃഭൂമിയുടെ ഡെപ്യൂട്ടി എഡിറ്ററാണ്. നമുക്കൊക്കെ സുപരിചിതമായ അഭിലാഷ് മോഹനെ ഈ സെമിനാറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വാർത്തകളുടെ വസ്തുനിഷ്ഠതയും മാധ്യമങ്ങളുടെ വിശ്വാസ്യതയും എന്ന വിഷയത്തിൽ റിപ്പോർട്ടർ ടി വി എക്സിക്യൂട്ടീവ് സ്മൃതി പരുത്തിക്കാട് സംസാരിക്കും. ഇപ്പോൾ ജനാധിപത്യ ശോഷണം എന്നതിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. ലോകത്തും ഏഷ്യയിലും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും കഴിഞ്ഞ ആഴ്ച തിരഞ്ഞെടുപ്പ് നടന്ന ബംഗ്ലാദേശിലും ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പാകിസ്ഥാനിലുമൊക്കെ സമ്പൂർണ്ണ ജനാധിപത്യം എന്നൊന്നില്ല. ഇന്ത്യയെ ഇപ്പോൾ ലോക അക്കാഡമിഷ്യൻസ് ഒക്കെ വിശേഷിപ്പിക്കുന്നത് ഇലക്ട്രൽ ഓട്ടോക്രസി എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഏത് രൂപത്തിലാണ് ജനാധിപത്യം നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരോ സംഭവങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ജനാധിപത്യം ഏതൊക്കെ രൂപത്തിൽ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ശക്തമായ മാധ്യമ ലോകം നിലനിന്നിരുന്നൊരു രാജ്യമാണ്. പക്ഷേ മാധ്യമങ്ങളുടെ പ്രാധാന്യം എങ്ങനെ കുറയ്ക്കാം എന്നതിലേക്ക് ഭരണകൂടം ചില തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. അത് മാധ്യമങ്ങളെ നിരാകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന രീതിയിലാണ് അത് വന്നത്. പിന്നീട് അത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഭരണകൂട കോർപ്പറേറ്റുകൾ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളെ വിഴുങ്ങുന്ന രീതിയിലേക്ക് വന്നു. അതും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ദേശീയതലത്തിൽ കണ്ടതാണ്. ഇപ്പോൾ ശ്രീ വിജയകൃഷ്ണൻ സംസാരിച്ചതിൽ ചില സൂചനകൾ വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ ഒരേ അച്ചിൽ തീർത്ത വാർത്തകൾ വരും, ഭരണകൂടത്തിൻ്റെ വാഴ്ത്തുപാട്ടുകൾ വരും.
അതിൽ വരുന്ന ചർച്ചകൾ പ്രതിപക്ഷത്തെ അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പരിഹസിക്കുന്ന ചർച്ചകൾ വരും. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസ് ചില മാധ്യമങ്ങളെ, ചില മാധ്യമപ്രവർത്തകരെയൊക്കെ ബഹിഷ്കരിക്കുന്നുണ്ട്. ആ ബഹിഷ്കരണ രീതിയോടൊന്നും നമുക്ക് യോജിപ്പില്ല എങ്കിലും അത് ഒരു പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിലേക്ക് രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിക്ക് പോകേണ്ടി വന്ന ഒരു ദേശീയ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞ പോലെ വലതുപക്ഷ വൽക്കരണമാണ്. ലോകം ആകെ വലതുപക്ഷ വൽക്കരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സഹിഷ്ണുതയുടെ നാടായി അറിയപ്പെടുന്ന നെതർലൻഡ്സിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് തീവ്ര വലതുപക്ഷം അധികാരമേറ്റു കഴിഞ്ഞു. അർജൻറ്റീന, ഇറ്റലി, അങ്ങനെ ഏത് രാജ്യങ്ങളെടുത്താലും അങ്ങനെയാണ്. നമ്മുടെ രാജ്യത്തെ അവസ്ഥ കഴിഞ്ഞ 10 വർഷമായി അതാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. വലതുപക്ഷവൽക്കരണം അതിൻ്റെ മൂർധന്യത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തിനേയും സ്വാഭാവികവൽക്കരിക്കുന്ന ഒരു രൂപത്തിലേക്ക് അത് മാറി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന, ഞെട്ടിക്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. മാംസത്തിൻ്റെ പേര് പറഞ്ഞുള്ള കൊലകളായാലും പള്ളി പൊളിച്ച് ക്ഷേത്രം പണിഞ്ഞതായാലും അതിനെ അതിൻ്റെ സ്വാഭാവികതയോടെ കാണാൻ അതിനെന്താ എന്നുള്ള ചോദ്യമാണ്. ആ രൂപത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഭരണകൂട ശാക്തീകരണം എന്ന് പറയുമ്പോൾ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ എത്ര മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന് ഗാസയിലെ കണക്കാണ്. 84 മാധ്യമപ്രവർത്തകരെ ഇസ്രയേൽ തെരഞ്ഞുപിടിച്ചാണ് കൊന്നത്. അത് ഇസ്രയേലിലെ സാഹചര്യമാണ്. നമ്മളെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തനത്തിൽ നമ്മുടെ ഇൻഡെക്സ് നോക്കുമ്പോൾ 180 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 180ആണ്. ഇതേ പ്രവണത പക്ഷേ കേരളത്തിലും കാണുന്നുണ്ട്. ദേശീയ സാഹചര്യത്തെ നമ്മൾ വലിയ രൂപത്തിൽ വിമർശിക്കും. പക്ഷേ ഇവിടെ അത് വേറൊരു സ്വഭാവത്തിൽ വിമർശിക്കുന്നവരെ വലിയ രൂപത്തിൽ പരിഹസിക്കുന്ന, അപഹസിക്കുന്ന രൂപത്തിലേക്ക് അത് മാറുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഇവിടെ കേരള യാത്ര നടന്നു. അതിനോടനുബന്ധിച്ച് കരിങ്കൊടി പ്രതിഷേധങ്ങൾ നടന്നു. അപ്പോൾ ഈ കരിങ്കൊടി പ്രതിഷേധമൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ഈ സമരം നടത്തുന്നവർ മാധ്യമപ്രവർത്തകരെ വിളിച്ചറിയിക്കും. അതിൽ തന്നെ കുറച്ച് സോഴ്സ് ഉള്ളവർക്ക് നേരത്തെ വിവരം കിട്ടും. അതിലങ്ങനെ നേരത്തെ വിവരം കിട്ടിയ ഒരു മിടുക്കിയായ മാധ്യമപ്രവർത്തക അത് ആദ്യം പോയി ചിത്രീകരിച്ചു. അത് ചെയ്യുമ്പോൾ അത് ഗൂഢാലോചനയിൽ പങ്കാളിയാക്കിയാണ് ആ മാധ്യമപ്രവർത്തകയെ. ഇതിനു മുമ്പും ഒരു മാധ്യമപ്രവർത്തക ഈ രൂപത്തിൽ വാർത്ത ചെയ്തതിന് അതായത് തൊഴിലെടുത്തതിനാണ് ഗൂഢാലോചന ആരോപിച്ച കേസെടുക്കുന്നത്. അത് കോടതിയിൽ തോറ്റു. ഈ വിഷയം ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു തരം സമ്മർദ്ദ തന്ത്രമാണ്, ഒരുതരം ഭീഷണിപ്പെടുത്തലാണ്, ഭയപ്പെടുത്തലാണ്. അത് അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ഇത് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് 70കളിൽ കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യം ഞാൻ മറക്കുന്നില്ല. ഈ ചാനൽ ബഹിഷ്കരണം എന്ന തന്ത്രം, ഒരു സമ്മർദ്ദ തന്ത്രം, അത് ആദ്യം കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ് കേരളത്തിൽ, അത് വർഷങ്ങൾക്ക് മുമ്പ്. ഇന്നിപ്പോൾ ഫോർത്ത് എസ്റ്റേറ്റിനെ വിമർശിക്കാൻ എല്ലാവർക്കും 100 നാവാണ്. ഫോർത്ത് എസ്റ്റേറ്റിന് മാത്രമായൊരു കുഴപ്പമുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഫോർത്ത് എസ്റ്റേറ്റ് പ്രാധാന്യം അർഹിക്കുന്നത്? ഫോർത്ത് എസ്റ്റേറ്റിന് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് വലിയ സ്വാതന്ത്ര്യം, ഒരു പ്രത്യേക അവകാശം, അധികാരം ഒന്നുമില്ല. പക്ഷേ നമ്മളെന്താണ്? ജനങ്ങളുടെ സ്വരമാണ്. ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് പറയാനുള്ളത് പ്രതിഫലിപ്പിക്കുന്നു. ഇതാണ് മാധ്യമങ്ങളുടെ ചുമതല. അത് വൃത്തിയായി എടുക്കുക. അത് വൃത്തിയായി എടുക്കാത്തവരുണ്ടാവും, അതിൽ വെള്ളം ചേർക്കുന്നവരുണ്ടാവും. അത് പല രൂപത്തിൽ എല്ലാ മേഖലയെന്ന പോലെ മാധ്യമ ലോകത്തും ഉണ്ടാകും. പക്ഷേ ആ ജോലി നന്നായി എടുക്കുന്നവരെ ആ ജോലി എടുക്കാൻ സമ്മതിക്കുന്നുണ്ടോ എന്നിടത്താണ് വിഷയം നിൽക്കുന്നത്. ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ സൈബർ ആക്രമണം അതിപ്പോൾ ഒരു തുടർച്ചയായി കൊണ്ടിരിക്കുകയാണ്. അത് ഭരണകൂടവുമായി ചേർന്ന് നിൽക്കുന്ന ചില സംഘം, അതിനെ ഭരണകൂടം അവരുടേതാണെന്ന് സമ്മതിക്കില്ല. പക്ഷേ അത് വലിയ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഭരണകൂടത്തെ വിമർശിക്കുമ്പോൾ അവർ കൂട്ടമായി വന്ന് ആക്രമിക്കും. അത് സ്ത്രീയെന്നോ പുരുഷനോ ഒന്നുമില്ല. അത് മോശമായി ചിത്രീകരിക്കും. ശരിയായ ദൃശ്യങ്ങളെ മോശമായ ടൈറ്റിലുകൾ കൊടുത്തുകൊണ്ട് അവതരിപ്പിക്കും. ഇതൊക്കെ ഞാനടക്കം എല്ലാ മാധ്യമപ്രവർത്തകരും അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പരാതിപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതും നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. ഞാനൊരു അനുഭവം പറയാം. ഞാൻ മീഡിയ വണിൽ ജോയിൻ ചെയ്ത സമയത്ത് ഞാനൊരു ഹിന്ദു നാമധാരി ആയതുകൊണ്ട് മീഡിയ വണിൽ വരുമ്പോൾ മുക്കാൽ ചാനൽ എന്നാണ് ആ ചാനലിനെ വിശേഷിപ്പിച്ചത്. മുക്കാൽ ചാനലിൽ സ്മൃതി എത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പടം, ആ പടത്തിൽ ഒരു വൃത്തികെട്ട ദൃശ്യം കൂടി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ പടം വെച്ചതുകൊണ്ട് മാത്രം ഞാൻ കേസിന് പോയി. അത് പടം വയ്ക്കുക മാത്രമല്ല, ഒരു വ്യക്തി റോട്ടിൽ നിന്ന് അസഭ്യം പറയുകയാണ്, ഈ ചാനലിനെതിരെ അസഭ്യം പറഞ്ഞുകൊണ്ട്. അതൊരു ചാനൽ ലേഖകൻ എന്ന നിലയ്ക്കാണ്. ഏത് ചാനലാണ്? ഒരു മാധ്യമപ്രവർത്തകനാണ്. അപ്പോൾ ഇതിങ്ങനെ ഷെയർ ചെയ്യപ്പെട്ട് വലിയ രൂപത്തിലായപ്പോൾ അത് പരാതി നൽകേണ്ടതുണ്ട് എന്ന് എല്ലാവരും എന്നോട് പറയുന്നു. അങ്ങനെ ഞാൻ പരാതിപ്പെടുന്നു. പരാതി കേട്ട് പോലീസ് എത്തുന്നു. എന്താണ് ഇത്, എങ്ങനെയാണിത് ഡിലീറ്റ് ചെയ്യുക എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. എല്ലാം കഴിഞ്ഞു. ഒരു മാസങ്ങൾ കഴിഞ്ഞ് ഇയാൾ എവിടെയാണ് എന്നുള്ളത് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയാണ്. അതും കഴിഞ്ഞു, പറഞ്ഞു കൊടുത്തു. അയാളെ അറസ്റ്റ് ചെയ്യുന്നു, അയാൾ ജാമ്യത്തിൽ പോകുന്നു, നമ്മൾ അറിയുന്നില്ല.
ഇതാണ് ഇവിടുത്തെ പോലീസ് ചെയ്യുന്ന രീതി. ഇതിപ്പോൾ ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരുടെ അവസ്ഥയാണെങ്കിൽ ഈ രൂപത്തിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും കൊമ്പുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഈ മാധ്യമപ്രവർത്തനത്തിലൂടെ ഈ കാര്യങ്ങൾ പുറത്തു പറയാൻ കഴിയുന്നവർക്ക് തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യക്തിഹത്യ നടത്തുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഞങ്ങൾ നടത്തുന്ന ചർച്ചകളെല്ലാം ഗംഭീര ചർച്ചകളാണ് എന്നൊന്നും അവകാശപ്പെടുന്നില്ല. ഓരോ വിഷയം ആ വിഷയത്തിൽ നമുക്കുണ്ടാകുന്ന ബോധ്യത്തിൽ നിന്നാണ് ചർച്ച നടത്തുന്നത്. വാർത്ത വായിക്കുന്ന പോലെയല്ല. ചർച്ചയിലേക്ക് പോകുമ്പോൾ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച നടത്തുക. അതിന് സ്വാഭാവികമായും ഒരു പക്ഷമുണ്ടാകും. അത് നീതിയുടെ പക്ഷമെന്ന് ഞങ്ങൾ വിളിക്കും. നിങ്ങളതിനെ ചിലപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സ്വരം എന്നൊക്കെ പറയും. മാധ്യമങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രതിപക്ഷ പാർട്ടിയാവുക എന്നുള്ളതല്ല, പ്രതിപക്ഷ സ്വരമാവുക, സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ കുഴപ്പങ്ങളെ തിരുത്തിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ അതിനെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരി, ലീഗുകാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കളത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നലെ ഞങ്ങളുടെ മോർണിംഗ് ഷോയിൽ MM മണി ഞങ്ങളുടെ അതിഥിയായിരുന്നു. MM മണി വളരെ നല്ല ഒരു തൊഴിലാളി വർഗ നേതാവാണ്. ഇടുക്കിയിൽ നിന്നുള്ള നേതാവാണ്. നമുക്കെല്ലാം അറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ സംസാര രീതിയുമായി ബന്ധപ്പെട്ട് പക്ഷേ വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട്. അത് വായ്മൊഴി വഴക്കമായി ചിലപ്പോൾ CPM-ലെ ചില നേതാക്കൾ കാണാൻ സാധിക്കും. പക്ഷേ എല്ലാ സ്ത്രീകൾക്കും അതങ്ങനെ കാണാൻ സാധിക്കണമെന്നില്ല. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ വളരെ മോശമാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. അത് സഭയ്ക്കകത്ത് KK രമയെ വിധവയെന്ന് വിളിച്ചു. പാവം വിധവയായിപ്പോയി. അതിൽ ഒരു പങ്കുമില്ലാത്ത ഒരു പാർട്ടിയുടെ ഭാഗമെന്ന നിലയ്ക്കാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. പങ്കുണ്ടല്ലോ, ആ പാർട്ടിയാണല്ലോ കൊലപ്പെടുത്തിയത്. ആ പാർട്ടിയുടെ ഭാഗത്തു നിന്നാണല്ലോ ആ സംഭവം ഉണ്ടായത്. അപ്പോൾ ആ 58 വെട്ടിൻ്റെ കാര്യം അത് ഇത്ര തമാശ രൂപേണ അവതരിപ്പിച്ചപ്പോൾ അതിനോട് ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. KK രമയെ പറ്റി പറഞ്ഞത് ശരിയായോ എന്ന് ചോദിച്ചു. അത് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. കുഴപ്പമില്ല, അതങ്ങനെ കഴിഞ്ഞു. ഈ പെണ്ണൊരുമ സമര നേതാക്കളെയൊക്കെ നമുക്കറിയാമല്ലോ. ആ കാലഘട്ടത്തിൽ അവരെ മോശമായി ചിത്രീകരിച്ച കാര്യമുണ്ട്. അപ്പം ഒന്നിലധികം വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു, താങ്കളൊരു സ്ത്രീ വിരുദ്ധനാണ് എന്നൊരു അഭിപ്രായം പറഞ്ഞാൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കും? അദ്ദേഹത്തിൻ്റെ മറുപടി, നിങ്ങളൊരു സ്ത്രീയല്ല എന്നാണ്. നിങ്ങളൊരു സ്ത്രീയല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് 5 പെൺമക്കളാണ്. നിങ്ങളൊരു സ്ത്രീ അല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ കൈയടിക്കുന്നവരാണ് കൂടുതൽ. ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് എനിക്ക് കണക്കിന് കിട്ടി, എൻ്റെ വായടപ്പിച്ചു എന്ന മട്ടിലാണ് അത് പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആ ഒരു പ്രതികരണത്തിലൂടെ MM മണി എന്ന നേതാവ് സ്ത്രീകളെ എങ്ങനെ കാണുന്നു എന്ന് അദ്ദേഹം വെളിവാക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം എന്താണെന്ന് വെളിവാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ വായടപ്പിക്കുകയല്ല. എനിക്കൊരു നേതാവിനെയും തിരുത്താനുള്ള കഴിവൊന്നുമില്ല. പക്ഷേ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു സ്വഭാവം ഈ കട്ട് ചെയ്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങളുടെ ഒരു സ്വഭാവം ഈ രൂപത്തിലാണ് എന്നുള്ളതാണ്. ഇങ്ങനെ സമാനമായ അനുഭവങ്ങൾ എനിക്ക് ശേഷം പറയുന്ന എല്ലാവരുടെയും മുന്നിലുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ മാധ്യമ വിശ്വാസ്യത എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുള്ളത്, ഏതാണ് യഥാർത്ഥ മാധ്യമങ്ങൾ എന്നൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ മണിക്കൂറുകളോളം സംസാരിച്ച് ബാക്കിയുള്ളവരെ പള്ളു പറഞ്ഞും അല്ലെങ്കിൽ വർഗീയ വിഷം തുപ്പിയും ആഭാസത്തരം പറഞ്ഞുമുള്ള പ്രതികരണങ്ങൾ വലിയ രൂപത്തിൽ തന്നെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും വ്യൂസ് കിട്ടിയ ആൾ പറയുന്നത് ശരിയായിരിക്കുമെന്ന് കരുതി പിന്നെ കാണുന്നവരുണ്ട്. ഈ രൂപത്തിലാണത് പ്രചരിക്കപ്പെടുന്നത്. അപ്പോൾ അവരും അവരെ സ്വയം വിശേഷിപ്പിക്കുന്നത് മാധ്യമപ്രവർത്തകരെന്നാണ്. ഇപ്പോൾ എല്ലാവരും മാധ്യമപ്രവർത്തകരാണ്. അപ്പോൾ ഈ ട്രെയിനിലെ ബാത്റൂമിൽ എഴുതി വെക്കുന്നത് പോലെ അസഭ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എഴുതി വെക്കാൻ ആരെയും പേടിക്കേണ്ട. ഈ എഴുതുന്നവർക്കൊന്നും മുഖവുമില്ല. അപ്പോൾ ഞാനടക്കമുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും ഇതൊക്കെ എന്നും നേരിടുന്നുണ്ട്. നോക്കാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ പണി ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട സാധ്യത. അത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അത് നോക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ എന്നാലും ഇത് കണ്ടില്ലേ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് അയക്കുന്നവരുണ്ട്. അപ്പോൾ അത് കാണേണ്ട സാഹചര്യം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ യഥാർത്ഥ പ്രശ്നം, യഥാർത്ഥ മാധ്യമങ്ങൾ ഏതാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. പിന്നെ ഈ മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞിട്ട് മാധ്യമപ്രവർത്തകർക്ക് ഒരു കുഴപ്പമില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, കുഴപ്പമുണ്ട്. ഇപ്പോൾ നേരത്തെ ഹേമലത റിട്ടയർ ആകുമ്പോൾ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി സൂചിപ്പിച്ചു. അവർ ദൂരദർശനിൽ നിന്ന് റിട്ടയർ ചെയ്താണ്. അവർ പറഞ്ഞ കാര്യങ്ങൾ കുറേ കാര്യമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. പക്ഷേ ഒരു മുഴുവൻ സമയ ന്യൂസ് ചാനൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ എഡിറ്റർക്ക് റോളില്ല എന്നുള്ള പ്രധാനപ്പെട്ട വസ്തുത നിങ്ങൾ കാണണം. കാരണം തത്സമയമാണ്, ലൈവ് പോകുന്ന കാര്യങ്ങളിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പല കാര്യങ്ങളും കുഴപ്പത്തിലുള്ളത് കടന്നു പോകാം. ചില കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട്
വാർത്താ മാധ്യമങ്ങളിൽ ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോൾ മത്സരമുണ്ട്, ആദ്യമാർ എന്നുള്ള മത്സരമുണ്ട്. ആ വേഗത്തിനിടയ്ക്ക് പല കാര്യങ്ങളും തമസ്കരിക്കപ്പെടാം, ബോധപൂർവം ചെയ്യുന്നതാകില്ല. ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം വരാം. ഈ പറഞ്ഞതുപോലെ ഓരോ ചാനലുകൾക്കും ചില ചാനലുകൾക്കുണ്ടാകുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില വാർത്തകൾക്ക് പ്രാധാന്യം വരാം, ചിലത് താഴേക്ക് പോകാം. പക്ഷേ എപ്പോഴും തെറ്റായ ചില വിവരങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മൂടിവെക്കപ്പെടുന്നു എന്നതിനപ്പുറം വ്യാജ നിർമ്മിതി എന്നുള്ള പ്രയോഗം അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നു എന്നാണ് സ്ഥിരമായി പറയുന്നത്. ഈ തെറ്റായി വാർത്ത പറഞ്ഞു പോകുന്നതിനെ വ്യാജ വാർത്ത എന്ന് പറയാൻ പാടില്ല. വ്യാജ വാർത്ത എന്ന് പറഞ്ഞാൽ കള്ള വാർത്ത സൃഷ്ടിച്ചെടുത്ത് അത് അവതരിപ്പിച്ച് കൊണ്ടുവരുന്നതിനെയാണ് വ്യാജ വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ തെറ്റായ വാർത്ത സംഭവിക്കുന്നതും വ്യാജ വാർത്തയും രണ്ടാണ് എന്നുള്ള കാര്യം ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരം പിഴവുകൾ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അത് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഈ വേഗത്തിനൊപ്പം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിനാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇനി പൂർണ്ണാർത്ഥത്തിൽ അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം ഇനിയും കുറയുന്ന സാഹചര്യം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് എല്ലാ മേഖലകളിലേക്കും കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ അതിൽ കഴിയാവുന്നത്ര രീതിയിൽ ജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ അറിയിക്കുക, അവർക്ക് ഒരു അഭിപ്രായ രൂപീകരണത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ ധർമ്മമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നന്ദി.